പരിശുദ്ധ ഇസ്ലാം സ്ത്രീകളോട് വിവേചനം കാണിക്കുന്നുണ്ട്. സ്ത്രീകൾക്കൊരു മഹത്വവും ഒരു സ്ഥാനവും ഇസ്ലാം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവര് ഇതൊന്ന് കേട്ടോ. പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അതിനൊരു മോചനം വേണം. ലോകത്ത് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മോചനത്തിന് വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം. ജീവിക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾക്ക് ജീവൻ നേടിക്കൊടുത്തത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. മുസ്ലിം പെൺകുട്ടികൾക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്തിൽ അനന്തരാവകാശം നൽകിയത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ഓൽക്ക് പൗതിയല്ലേ ഉള്ളൂ എന്നായിരിക്കും അടുത്ത ചോദ്യം. 4 ഇടങ്ങളിൽ മാത്രമാണ് പെണ്ണിന് പൗതി ഉള്ളത്. 34 ടൈപ്പാണ് ആണും പെണ്ണും വരുന്നതുള്ളത് നമ്മുടെ ഫറായില്. 12 ഇടങ്ങളിൽ ആണിനേക്കാൾ പെണ്ണിനാണ് കൂടുതൽ. 10-11 ഇടങ്ങളിൽ രണ്ടുപേരും ഈക്വലാണ്. പെണ്ണിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മതം ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. പെണ്ണത്ര മോശക്കാരിയൊന്നുമല്ല, പെണ്ണിന് വലിയ മഹത്വം കൊടുക്കുന്ന മതം. പെണ്ണിൻ്റെ ശാരീരികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്ന പരിശുദ്ധ മതം. എന്നിട്ടാണ് ഈ പെണ്ണിന് ഭയങ്കരമായ പീഡനാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. പെണ്ണിന് പീഡനാണ് എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിൽ ഇസ്ലാം ഉണ്ടാവും. പെണ്ണിന് പീഡനം വരുന്നുണ്ട് എന്നുള്ളതിന് പരിഹാരം എന്താ ഫെമിനിസം പറഞ്ഞത്? കല്യാണം കഴിക്കേണ്ടതാണ്. കാരണം കല്യാണം കഴിക്കണോണ്ടാ കുടുംബം ഉണ്ടാകുന്നതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വലുതായി വരുന്ന ആണിനും പെണ്ണിനും അവരുടെ സെക്സ് പരമായ ആവശ്യങ്ങളൊക്കെ എങ്ങനെ തീരും? അതിനെന്തൊക്കെ മാർഗങ്ങളുണ്ട്? പ്രധാനമായി ലിവിങ് ടുഗദർ, ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കുക എന്നാണ്. ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികൾ.